ഗൈസ് എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളുള്ളത് എവിടെയാണെന്ന് അറിയാലോ? എവിടെയാണ്? ആലപ്പുഴ. അപ്പോൾ ഗൈസ് നമ്മളുള്ളത് ഇപ്പം ആലപ്പുഴയിലാണ്. ഞങ്ങളെ 30 വയസ്സായി. എനിക്ക് ആർക്ക് എത്ര വയസ്സായി? 25. ആ, ഇത്രയും കാലമായിട്ട് ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു ഒരു ഹൗസ് ബോട്ടിൽ കയറുക എന്നുള്ളത്. എന്നും നമ്മൾ വയനാട്ടിൽ നിന്നൊക്കെ എല്ലാ പെരുന്നാളിലും പ്ലാൻ ഇടും ഇല്ലേ? പ്ലാൻ ഇടും, ഇല്ലെങ്കിൽ ഓണത്തിന് പ്ലാൻ ഇടും, വെക്കേഷന് പ്ലാൻ ഇടും. പക്ഷെ ഒരിക്കലും നടന്നിട്ടില്ല. ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ആയിഷ ആലപ്പുഴക്കാരിയാണ്. ഇന്നേ ഒരു ഹൗസ് ബോട്ടിൽ കയറിയിട്ടുമില്ല. അതെ, ഈ സ്ഥലത്തിന്റെ ആലപ്പുഴ ഓക്കെ. അപ്പം അപ്പം നമുക്ക് പറയാം, പങ്കെടുക്ക്, ഞാനിവിടെ വെക്കാം. സോ ഇന്ന് നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് ആരോടെ, എനിക്കും ഷിങ്കുനും ഭാവിക്കും അളിയനും മാത്രമേ ഈ പരിപാടി അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഹൗസ് ബോട്ടിൽ പോണത് അറിയാതെ ഒരു ദിവസം ആയിഷ പറഞ്ഞ് നമ്മൾ എന്താ ഹൗസ് ബോട്ടിൽ പോണേന്ന്. അതന്നെ അന്ന് ഭാവി കേട്ട്, അങ്ങനെ ഭാവി കൂടി അറിഞ്ഞു. ഇപ്പൊ ചിക്കും ഉമ്മാനോട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇവനോട് ഞാൻ പറഞ്ഞു അറിയാം. അപ്പം പിന്നെ ഉപ്പച്ചിക്കും ഉമ്മാക്കും മാത്രമാണ് ഇപ്പൊ നമ്മൾ ഹൗസ് ബോട്ടിക്കാണ് പോകുന്നതെന്ന് അറിയില്ല. ഓരോ വിചാരം നമ്മൾ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് റിസോർട്ടിക്ക്. അപ്പോൾ ഞാനിവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഹൗസ് ബോട്ടൊക്കെ കണ്ടിട്ട് ഒരു ഹൗസ് ബോട്ടിൽ എന്തെങ്കിലും കയറാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഹൗസ് ബോട്ട് എന്തോ ഭംഗിയോ കാണാൻ. അപ്പം പറയാ പിന്നൊരു ദിവസം വരണല്ലേ, എന്തായാലും വരണല്ലേ ഇത് കണ്ടിട്ട്. അപ്പൊ നമ്മൾ ഇന്നൊരു ലക്ഷറി ഹൗസ് ബോട്ടിൽ താമസിക്കാൻ വേണ്ടി പോവാം. അല്ല, നമ്മൾ ഇവിടുന്ന് ഉമ്മാനെയൊക്കെ കൂട്ടിയിട്ട് ഇറങ്ങി നടക്കുക, ഹൗസ് ബോട്ടിന്റെ ഏരിയ കൂടെ നടന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട്. ഉമ്മാനെ കൊതിപ്പിക്കുക. നമ്മൾ വണ്ടിയിൽ പോവുമല്ലോ, അപ്പൊ പറയാ ജസ്റ്റ് ഒരു ഹൗസ് ബോട്ട് നമ്മൾ കേറാം, ഒന്ന് ജസ്റ്റ് ഒന്ന് കേറി കാണാന്നറിയാം. എന്നിട്ട് അവിടുന്ന് പൊട്ടിച്ചാൽ മതി. അതിന് മുന്നേ കൊതിപ്പിക്കണം. നോക്കാം, നമ്മൾ പോണ വഴിക്ക് റിസോർട്ട് അവിടെയാണെന്ന് പറയാം. എന്നിട്ട് പോണ വഴിക്ക് വരുന്ന ഹൗസ് ബോട്ട് കയറി കാണിച്ചു തരാന്നുള്ള രീതിയിലൊക്കെ പറയാം. അത് വരെ കൊതിപ്പിക്കണം. എന്തൊരു സോ നമ്മളെ വണ്ടി ഒന്ന് കാണിച്ചോട്ടേക്ക് ബാക്കോട്ട് തിരിഞ്ഞിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മളെ കൂട്ടാൻ ആള് വരും 12 മണിയാകുമ്പോൾ. അപ്പൊ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ആലപ്പുഴ നല്ല ഭംഗിയുണ്ട്. അല്ല, വയനാടിന്റെ ഒരു ഭംഗി, ആലപ്പുഴക്ക് ആലപ്പുഴന്റെ ഒരു ഭംഗി. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സെറ്റാണ്. ഇനി നമുക്ക് എന്താക്കാം, ആൾക്കാർ വന്നിട്ട് അതിനനുസരിച്ച് കാണിക്കാം കേട്ടോ. ഓക്കെ. സോ ഗൈസ്, നമ്മളെ വണ്ടിക്ക് പാർക്കിംഗ് കിട്ടിയിരിക്കുകയാണ്. ഇതാ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ ഇടാൻ 100 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നാളെ വന്നിട്ട് കൊടുത്താൽ മതി, ഫുൾ ഡേ നമുക്ക് ഇവിടെ ഇടാം. വലിയ വലിയ മരങ്ങൾ റെഗുലായിരിക്കും അല്ലേ? സ്ട്രോങ് ആണ് കണ്ടിട്ട്, അത്യാവശ്യം സെറ്റാണ്. ഓക്കെ. സോ ഗൈസ്, നമ്മളിതാ കയറിയിരിക്കുകയാണ്. എങ്ങോട്ട്? പാലത്തിൻ്റെ മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. യോ എന്തൊരു വ്യൂ, എന്തൊരു രസാലേ. നമ്മളെ വണ്ടി നമ്മളിതാ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സേഫാണ്. ഹൗസ് ബോട്ടിൽ കയറാൻ ഭാഗ്യമില്ലാണ്ടായി പോയല്ലോ. എനിക്കറിയി കയറണോ ഇല്ല. അവിടെ നല്ല രസമുണ്ടല്ലേ? വല്ല റിസോർട്ട് ആയിക്കോട്ടോ. ഹൗസ് ബോട്ടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയോടുകൂടി. ഇതിപ്പോ ഒരുമാതിരി കൊതിപ്പിച്ച് കളയണ പോലെ. അതാ ഓരോന്നിനും ഓരോ പേരുകളുണ്ടാവും. ഇതാ ലുലു ആയുർവേദ. അപ്പൊ ഗൈസ്, നമ്മളിതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മാനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഉമ്മാനെ പറ്റിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതാണല്ലേ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ പേൻ പാർക്ക്. വീട്ടിന്റെ മുറ്റത്തൊക്കെ വണ്ടി വെക്കാ. ഇത് ഇവിടെ വെച്ചാൽ മതിയായിരുന്നു അല്ലേ, ഈ വീട്ടുമുറ്റത്ത്. ആ വീട്ടുകാർക്കൊരു ഇതും കിട്ടി, വരുമാനമായി നമുക്ക്. അപ്പോൾ നമ്മളോട് ഒരു 10-20 മീറ്റർ നടക്കണം, എന്നിട്ടാണ് നമ്മൾ അതിലോട്ട് കയറുക.
അപ്പോൾ ഇന്ന് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ. നമ്മൾ ഈ കാണുന്ന എന്തായാലും ഹോൾ ഫാമിലി നമ്മള് ദൂരെ നിന്ന് കാണുമല്ലോ, നല്ല വലിപ്പമുണ്ട്. ആദ്യമായിട്ട് വരികയാണ് ആലപ്പുഴ. ആ ഏ ആദ്യമായിട്ട് വരാ, ഞാൻ പോയിട്ടില്ല. കൊള്ളാലേ ഐസി, എന്ത് രസാ. ഐസി കയറിക്കണോ? ഐസിയും കയറിയിട്ടില്ല. ആദ്യമായിട്ട് വരില്ലേ? അതാണ് പറഞ്ഞത്. എന്തായാലും നല്ലതാ. വീഡിയോയിൽ ഇങ്ങനെ കാണൂല്ലേ? കൊള്ളാം. ഓ വടാവണ്ണാലോ. നമ്മളത് കിഡില്ല സാധന ഗൈസ്. നോക്കൂ നമ്മളിന്ന് പോണത് യെസ് കിങ്സ്റ്റർ. ഇതല്ലേ നമ്മളത്? ഓക്കെ ഓക്കെ. അറിയില്ല. ഇവിടെ കിടക്കുന്നതിൽ ഏറ്റവും ടോപ്പ് സാധനമായിരിക്കും അല്ലേ? ഉമ്മാനോടൊക്കെ നോക്കുമ്പോ ഇതിൽ കേറിയാലേ വെറുതെ പുള്ളിക്കാരൻ സമ്മതിച്ചിട്ടുണ്ട് ജസ്റ്റ് കേറി കാണാന്ന്. പോവാൻ പറ്റൂല. നമുക്ക് ഇവിടെ എവിടെയോ ഏത് ഈ റിസോർട്ട് പോലെയാന്ന് തോന്നുന്നു. റിസോർട്ട് നമ്മളെ റിസോർട്ട് കുറച്ച് അപ്പുറത്താ. വേണേ കേറി കാണണോ? പക്ഷെ 500 രൂപ കൊടുക്കണം. ഈ ഹൗസ് ബോട്ടില് ഏറ്റവും സെറ്റപ്പ് അതാ. കേറി കാണണോ? കണ്ടാലോ നമുക്ക് വെറുതെ കേറി കാണാം. എന്നാ വാ കേറി. എന്തായാലും ഇത് കാണേണ്ട സാധനം തന്നെ അല്ലേ? വെറുതെ കണ്ടോക്കാം. കിങ്സ്റ്റർ എതിലേ കയറിയ ബ്രോ? കേറിക്കോ. ആ ഐസി ഏത് കയറണ്ട. ആ ഐസിന് ഇത് നോക്ക്, കേറുന്ന സ്ഥലം വരെ അലങ്കരിച്ച് വെച്ചിരിക്ക പടി പോലെ. ഞാൻ കയറിയോട്ടെ, ഇങ്ങനെ പിടിക്കാം. ജസ്റ്റ് കേറിയിട്ട് ഇറങ്ങാ. ആ പുള്ളിക്കാരൻ വരും. കേറുന്ന സാധനം വരെ ഈ മറ്റേ നമ്മൾ ഇങ്ങനെ കേറില്ലേ, പടി വെച്ച് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്ക്. എന്തായാലും എനിക്ക് വല്ലാത്ത ലഗേജ്. ഇത് പടിയാണ്. സൈഡിക്കുന്നു കേറിക്കോ. റോഡ് സൈഡ് I successfully did it. കേറിയാ? അത് വേഗം പുള്ളിക്കാരൻ്റെ കൊടുത്തു. നോക്ക് കൊള്ളാം. ചെണ്ടയും സ്വിച്ചില്ലേ? ആ അല്ല ഓരോരുത്തരും കയറിക്കോട്ടെ. വിഗൊന്നുമില്ലമ്മ. അമ്മക്ക് എപ്പോഴും അറിയില്ല. അമ്മന്റെ വിചാരം നമ്മള് ജസ്റ്റ് കേറി കാണാൻ പോവാണ്. ഇപ്പൊ ഇറങ്ങണം, കേറി വെറുതെ കാണാം. എന്തായാലും ഇത് കാണണം. ഇതെന്തായാലും സെറ്റ് ഇല്ലാതെ ഐസി ഇതൊന്നും അവിടെ വെക്കോ? കാണാലോ. നോക്ക്, ഇത് കണ്ടോ? കേറി വരുമ്പോ തന്നെ ചെണ്ടയും കേറി വെയിറ്റ് നമ്മൾ അത്ര ആൾക്കാരാ വെയിറ്റ് താങ്ങുന്നൊക്കെ. ശരിക്കും വീട് പോലെ തന്നെ നല്ല രസമുണ്ടല്ലേ? ഐസി ഇഷ്ടപ്പെട്ടോ? ആണോ? എന്നാ അവിടെ ഇരിക്കും. ഞാൻ പറയട്ടെ, നമ്മ അവിടെ കണ്ട് ഞാൻ വിചാരിച്ച അവിടെ ഞങ്ങൾക്ക് അവിടെ കേറി വന്നപ്പോ അവിടുത്തെ ഹൗസ് ബോട്ട് അതിൽ കയറണമെന്നേനു. ഇത് കണ്ടപ്പോ അവിടെ ഇരിക്കും. ഒരു കാര്യം പറയട്ടെ, എന്നാ പറഞ്ഞോ. ആ പറയ്. എന്നാ ഞാൻ പറയട്ടെ, നമ്മള് റിസോർട്ട് ഇതാണ്. ഇന്ന് ഈ ഹൗസ് ബോട്ട് ഇങ്ങനെയുള്ളതാണ്. നിങ്ങളൊക്കെ അറിയാനോ? എനിക്ക് എന്നോട് പറയേണ്ടി വന്നു. ആണോ? ഞാൻ സർപ്രൈസ് ഇതല്ലേ. ഒരു മിനിറ്റ്, മൂത്ത് ഇപ്പൊ ചോദിക്കണം എന്നോട്, നിങ്ങൾ അവിടം വരെ പോയിട്ട് ഹൗസ് ബോട്ട് കയറില്ലേ? ആകുമ്പോ ഞങ്ങൾ വേറെ റിസോർട്ടൊക്കെ പോകുന്നത്. പക്ഷെ ഇത് വീട് തന്നെ. നമുക്ക് സാരിയൊക്കെ എടുക്കല്ലേ? എന്തായാലും നമ്മ അവിടുന്ന് വന്ന് കണ്ടില്ലേ, ഏറ്റവും അവിടുന്ന് കണ്ടേ ഞാൻ വിചാരിച്ചു അതായിരിക്കും ഏറ്റവും ഇവിടെ കിടക്കുന്ന ഹൗസ് ബോട്ടിലും ഏറ്റവും. ഞാൻ മാത്രം എന്നെ എപ്പച്ചിനെ വിളിച്ചേച്ചില്ല നിങ്ങള്.
സർപ്രൈസ്. ഓ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞ് ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞ് കണ്ടിക്കൊന്നില്ല. നമ്മള് ഹൈപ്പ് കൊടുത്തില്ലേ, കേറാൻ പറ്റൂല എല്ലാ കുഞ്ഞാവൻ 500 ഉറുപ്പിക എടുത്തല്ല കേട്ടുള്ളൂ. അച്ചടാ. അതെ ഗൈസ്, നമുക്ക് കേറി വരുമ്പോ 3 കിലോമീറ്റർ നടന്നു പോണോ, ഓട്ടോ ഒന്നും. നമ്മുടെ ഹൗസ് ബോട്ടിൽ കയറിയിട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വേറെ സ്ഥലത്ത് നിർത്തി 5 മിനിറ്റ് കൊണ്ട് നമ്മൾ യാത്ര തുടങ്ങി അല്ലേ? എന്നിട്ട് അളിയാ, ഇങ്ങനത്തെ ഒരു അളിയനെ കിട്ടിയാൽ അളിയൻ ഭാഗ്യവാനാണ്. ഇഷ്ടപ്പെട്ടോ? എവിടെ എന്താ ഭാവി കഷ്ടപ്പെട്ട് കുടിക്കാൻ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനത്തെ പായൊക്കെ വിരിച്ച ആ സെറ്റപ്പാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഇത്ര ലക്ഷറി ലക്ഷറി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്ര ലക്ഷറി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ റഷ്യയിൽ ആ ബോട്ടിൽ കയറാത്ത നല്ല വിഷമുണ്ടേനു. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മൈക്ക് അതുപോലത്തെ കോമൺ. അവിടെ നമ്മള് 2 കണ്ടപ്പോ ഇത് കൈമ അതേമാതിരി തന്നെ ആയിരിക്കും ഏകദേശം എല്ലാ ബോട്ടും. അവിടെ കണ്ട 3 ബോട്ടും ഒരേമാതിരി. നല്ല വീടിന്റെ ഇന്റീരിയർ പോലെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഉമ്മക്ക് എൻജോയിങ് ആണ്. ആ തുറക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഉള്ളിൽ AC ഇട്ടിട്ടുണ്ട് അവര്, അതാണ്. ഇതെന്തായാലും സെറ്റപ്പാ ഗൈസ്. ഇതൊന്നും വന്ന് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ എല്ലാരും വരണം. അടിപൊളി. റഷ്യയില് വിഷമിച്ചില്ല. അതെ, നമ്മളൊന്ന് കറങ്ങിയടിച്ച് കണ്ടാലോ? എന്നാ വാ. അതല്ല ഐസിന്റെ അപ്പൊ ഗൈസ്, നമുക്ക് ഇനി ഉള്ളിലോട്ട് പോയിട്ട് ഇവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്കൊന്ന് കവർ അപ്പ് ചെയ്യാം. അല്ല മാഡം ഇതിന്റെ മുന്നേ കണ്ടതാ? അതുകൊണ്ട് ഞാനങ്ങനെ കണ്ടിട്ടില്ല. ആലപ്പുഴ ഞാൻ ആലപ്പുഴയിൽ ഇതുവരെ കണ്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാ. ഇത് നല്ല പൈസ പൈസ ഒന്നും ഞാൻ പറയുന്നില്ല. സോ ഗൈസ്, അത് പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഹൗസ് ബോട്ട് ബുക്കിംഗ് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ താഴെ ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ടാവും. ഗൈസ് ഞാൻ പറയട്ടെ, നിങ്ങൾ ആലപ്പുഴ വരുന്നുണ്ടെങ്കിൽ അവിടെ കുറെ ഹൗസ് ബോട്ടാണ്. അതൊന്നും അല്ല, ഇതാണ് ഹൗസ് ബോട്ട്. സർവീസും ഇതെല്ലാം നന്നായിട്ടുണ്ട്. അതല്ല, ഇതെന്ന് വെച്ചാൽ ക്രൂസി പോലെ നല്ല രസമുണ്ട്. നമ്മള് ഹൗസ് ബോട്ട് ആണെന്ന് തോന്നില്ല അല്ലേ? ഒരു പ്രീമിയം നമുക്ക് നോക്കാം. ഇത് ഓടിക്കണ്ട, പിന്നെ ഇത് താനേ പോവാ. ഇത് ശരിക്കും ഒരു ഫസ്റ്റ് റൂം. സെറ്റ് ആണല്ലോ. വാ, ഇത് ലക്ഷറി ആണല്ലോ അല്ലേ? കിടിലൻ റൂം. ഇത് ബാത്റൂം അറ്റാച്ച്ഡ്. നോക്ക്, AC. ആ, എല്ലാ റൂമും AC ആണ്. അപ്പൊ നിക്ക് ആർക്കെങ്കിലും ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ. കിങ്സ്റ്റർ എന്നാണ് ഇവരുടെ പേര്. കിങ്സ്റ്റാർ. സോപ്പും നോക്ക് എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് പറഞ്ഞുതരാം. ടവൽ ഉണ്ട്, ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഷാമ്പു എല്ലാം ഉണ്ട് കേട്ടോ. ഹാൻഡ് വാഷ്. ബാത്റൂം കാണിക്കുന്നോട്ടെ. ഇതല്ലേ, ഇത് വീട്ടിലത്തെ പോലെ ഉണ്ടല്ലോ. നല്ല ക്ലീൻ ആട്ടോ, എല്ലാം നല്ല ക്ലീനാ. സെറ്റ് റൂം എങ്ങനെയുണ്ട്? വീട് തന്നെ. ഇത് ബാൽക്കണി നോക്കട്ടെ. ബാൽക്കണി നോക്ക്. അവര് കണ്ടില്ല, ഭാവി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ പൊന്തിക്ക് വ്യൂ കാണാലോ. മേലെ അപ്പുറത്ത്. അതന്നെ. ഓ ഇപ്പോഴാണ് എന്റെ ഭംഗി കൂടിയത്. ഒന്നുകൂടി സൂപ്പർ ആയിട്ടോ ഭാവി. ഇപ്പൊ ഒന്ന് തോർക്ക്.
അതോക്ക് ഇങ്ങടാ മേക്കപ്പ് ചെയ്യാന് അതെന്തായാലും വേണല്ലോ. സെറ്റില് ഇപ്പൊ നല്ല രസമായില്ലേ? ഓപ്പൺ ആക്കാം. ഇപ്പൊ വിശാലമായില്ലേ? ഇനിയിപ്പോ ഇത് നമ്മള് രാത്രി നിർത്തിട്ടൂലേ? ശരിക്കും ഞാൻ പറയട്ടെ, മറ്റുള്ള ഹൗസ് ബോട്ടിനേക്കാളും കുട്ടികളൊക്കെ കൊണ്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രീ ആയിട്ട് വിടാം. എല്ലാം ലോക്കഡാ, സേഫ്റ്റി ആണ് എല്ലാം. രാത്രി നമുക്ക് ഉറങ്ങണം നിർത്തിയിടൂലേ ഇത്? പക്ഷെ അത് വേറെ ഭാഗത്ത്. വേറെ ഭാഗത്ത് വേറെ ഭാഗത്ത് രാവിലെ മേലെ തന്നെ നിർത്തിയിടാം. അത് ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ കൊണ്ടുപോകും, നമ്മളിങ്ങനെ കാണുക. തിരിച്ച് നമ്മള് എൻഡ് ചെയ്യേണ്ടത് അവിടെ തന്നെ. നമ്മൾ വന്നോട്ട് നമ്മള് വണ്ടി ഉള്ളിടത്താണ് ഒരു എൻഡ് ചെയ്യിക്കുള്ളൂ. ഇത് നോക്ക്, ഞാൻ ആദ്യം വിചാരിച്ച് അതുപോലത്തെ ഹൗസ് ബോട്ട് ആയിരിക്കും. നമ്മള് സിനിമയില് അതന്നെ കണ്ടിട്ടുള്ളൂ. ഈ എടി ഇതിന്റെ മേലെ അങ്ങനെ തന്നെയാ. മേലെ എങ്ങനെയാണ് ഇന്റീരിയർ ഒരു നല്ല ഹൈടെക് ആണോ? അതന്നെ. ഇത് നോക്ക്, ഓ അതിന് മേലെ ഇല്ലല്ലേ? ഞാൻ ഇത് ഹൗസ് ബോട്ട് കണ്ടിട്ടുള്ളൂ. അല്ലേ ഐഷുമ്മ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളൂ. നെക്സ്റ്റ് റൂം. ഓ പിന്നെ ഈ വരാന്തയില് ഫുള്ള് നല്ല രസമുണ്ട്, ലക്ഷറി ഫീലില്ലേ? ഓ ഓരോ റൂമിനും ഓരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവര്. ഓ നല്ല തണുപ്പുണ്ട് ഇതിന്റെ ഉള്ളില്, നല്ല തണുപ്പുണ്ട്. എല്ലാം ഇങ്ങനെ ആക്കിട്ടോ, കർട്ടൻ പൊന്തിച്ചിട്ടോ. റൂമെല്ലാം വേറെ വേറെ വെറൈറ്റി ആണ്. ഇത് ഇവിടെ വാനിറ്റി മിറർ. ഇത് എങ്ങനെയുണ്ട്? ഉപ്പച്ചിക്ക് ഇങ്ങനത്തെ മോനെ കിട്ടിയതിൽ എങ്ങനെയുണ്ട്? ഭാഗ്യം. ആ കൊള്ളാട്ടോ, എന്ത് രസാ. എനിക്ക് 60-ാമത്തെ വയസ്സിൽ ലോട്ടറി അടിക്കാൻ തുടങ്ങിയില്ലേ? വ്യൂ കിടിലം വ്യൂ ട്ടോ. എന്താ പറഞ്ഞ 60-ാം വയസ്സില് 60-ാം വയസ്സിലെ ലോട്ടറി അടിക്കാൻ ഉണ്ടായിരുന്നു. ആ ലോട്ടറി അടിച്ച്. ബാത്റൂമും അടിപൊളി. ബാത്റൂം വരെ മേലെ നോക്കി ഇന്റീരിയർ കിടിലാണ് കേട്ടോ. അല്ല ഡിസൈൻ വേറെയാ. ഓക്കെ ഡിസൈൻസ് വേറെയാണ്. കബോർഡ്, ചാർജേഴ്സ് എല്ലാം ഉണ്ട്, ചെരുപ്പ് എല്ലാം കറക്റ്റ് റിസോർട്ട് തന്നെ കേട്ടോ. ഓ സ്വന്തമായിട്ട് പോസ് എടുക്കുകയാണ് ഗൈസ് ഇവിടെ. സെൽഫ് ലവ് മാറ്റേഴ്സ്. ടൈം ഉണ്ട്, നാളെ 9 മണി വരെ നമുക്കുള്ളതാ. ഓ ഇത് ഇതെങ്ങനെയുണ്ട്? നമുക്ക് ഏതാ എടുക്കുക? നല്ല തണുപ്പുണ്ട്, AC ഇട്ടിട്ടുണ്ട്. കൊള്ളാലേ? നൈസ് ഗൈസ്, നൈസ്. ഈ റൂമും അടിപൊളിയാണ്. അതാ ഈ അടുക്കളയിൽ ഇരിക്കുന്നതിന് വരെ ഒന്ന് കറങ്ങല്ലേ ശരിക്കും. ഇപ്പൊ മനസ്സിലായോ ഞാൻ ടൂറ് പോകുമ്പോ എന്ത് രസമുണ്ട്? ഞാൻ ഇപ്പൊ വരുമ്പോ പറഞ്ഞിട്ടുള്ളൂ, ഇതൊരു ഹൗസ് ബോട്ട് കണ്ടിട്ടില്ല. ഒരു ഞാൻ കേറിക്ക് ഞാൻ എല്ലാടെയും പോയിട്ട് അവിടെ മാത്രം കേറാണ്ടിരിക്കുകയാണ്. എല്ലാം ഉണ്ട്. ആ നമ്മുടെ സേഫ്റ്റിയും എല്ലാം റെഡിയാണ്. ഇത് ഇവരെ കിച്ചൺ ആണ്, ഇത് സ്റ്റാഫ് ഉള്ളി. വാ ഇനി മേലോട്ട് കയറി നോക്കാം. ഇതും സ്റ്റാഫ് ഓ 2 നിലയാണല്ലേ? 3 റൂം. ഇവിടെ ഒരു ബാൽക്കണി, കിടിലൻ ബാൽക്കണി. ഇതാ സ്ഥലം ഓക്കെ. ആ റൂമുണ്ട്, ഇനിയുണ്ട് ഇഷ്ടംപോലെ റൂമുണ്ട്. മൊത്തം 5 ബെഡ്റൂം ഉണ്ട് ഇവിടെ. മേലെ ബെഡ്റൂം ഉണ്ട്. കുപ്പിയൊക്കെ വെച്ച് അടിക്കല്ലേ. പുറത്തു കൊള്ളാട്ടോ, നല്ല ചായ ഒക്കെ കുടിച്ച് എന്ത് രസാ. വാ നീ ബാക്കിയുള്ള റൂമുകളൊന്നും ഉണ്ടാക്കാം. എല്ലാ റൂമും ഒരേപോലെ തന്നെ. നമുക്ക് മേലെ റൂം. ഓ അപ്പം എല്ലാം സെറ്റാണ്, കിടിലൻ. ബാത്റൂം ഒക്കെ സെയിം തന്നെ, സെയിം ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്. ഓ ഇത് രാജാവിന്റെ റൂം. ഇതാണ് രാജാവിന്റെ. ഇത് ഞാൻ റൂം കേട്ടാ. ഇത് ഞാൻ എടുത്തേ. ഇത് കിടക്കല കിടക്കല ഇപ്പൊ തന്നെ. വാ
എനിക്കിത് പ്ലീസ് ഭാവി. ഇത് കിടിലൻ. ആ വാ, ഇത് കിടിലൻ റൂം കേട്ടോ. ഇത് നമുക്ക് ഇടാം. ആ എനിക്ക് ഐസിക്ക് റെസ്റ്റോറന്റ് ഒക്കെ ഓ ഡൈനിങ് എത്ര ആളെ വേണം പോവാ. ഇതില് ശരിക്കും ഒരു മിനി കപ്പിൾസ് ആണെങ്കിൽ 5 കപ്പിൾസിനെ കയറാം. അല്ല ഇപ്പൊ മിനി പാർട്ടി ഒക്കെ ഹോസ്റ്റ് ചെയ്തൂടെ? ആ മിനി ബർത്ത്ഡേ. ഇതന്നെ സീറ്റിംഗ് കപ്പാസിറ്റി നോക്ക് എത്രയാണ്. നോക്ക് ഓ പാട്ട് പാടാനുള്ള സെറ്റപ്പ്, ചെയേഴ്സ്, ഓ എല്ലാം പൊളിട്ടോ. അടുക്കളയിൽ കയറ്റോ? എന്തൊക്കെ അടുക്കളയിലും കാരണം നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് അടുക്കള ഫ്രീ ആയിട്ട് തന്ന ദിവസം സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ ടി വി ഒക്കെ വലിയ ടി വി പെർമിഷൻ ഉണ്ടെങ്കിൽ ഓക്കേ, നമുക്ക് നോക്കാം. ഒരു പൂളാ. ചാടിക്കോ ഭാവി, നാച്ചുറൽ പൂള്. എന്തായാലും ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. അതാ പറഞ്ഞേ, മുങ്ങിപ്പോയാല് ലോകത്തിലെ ഏറ്റവും വലിയ പൂളിന്റെ മേലെ അമ്മ നിൽക്കുന്ന, അതാ ഞാൻ പറഞ്ഞേ. കൊള്ളാം അമ്മായി, ഇത് വന്ന് വെറുത്തായിട്ടോ. എന്തായാലും അടിപൊളിയല്ലേ. ഞാൻ വിചാരിച്ചു അവിടെ അതെങ്കിലും, പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ പഠിച്ചിട്ട് അവിടെ ഇരിക്കും, നിങ്ങൾ പൊക്കോട്ടെ. പക്ഷെ ഇത് വന്നില്ല, ഞാൻ വൻ മിസ്സായി പോയാനെ. റിലാക്സ് ചെയ്തിട്ട് ഇനി റിലാക്സ് ആണ്. ഇനി ഫുഡ് വരും. അതായത് വൈഫൈ ഉണ്ടോ, വൈഫൈ ഉണ്ടോ, വൈഫൈ ഉണ്ടോ, റേഞ്ച് ഇട്ടോ അതാണ് ചോദിച്ചല്ലേ. റേഞ്ച് ഉണ്ടോ? ഇപ്പൊ ആർക്കും ഫോണൊന്നും വേണ്ടല്ലേ. അതായത് അതാരെ പിടിക്കാം, ആയിഷ പിടിക്കും. സോ ഗൈസ്, ഇവര് നമുക്ക് ഇവിടെ ഒരു ലഞ്ച് പ്രൊവൈഡ് ചെയ്യും. 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ലഞ്ച് ഉണ്ടാവും, 1:30 ആയി കഴിഞ്ഞാൽ. പിന്നെ ഈവനിങ് സ്നാക്സ് ഉണ്ടാവും, പിന്നെ നൈറ്റ് ഡിന്നർ ഉണ്ടാവും, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഇടയിൽ ഇതുണ്ടാക്കും. പാഡി ഫീൽഡിൽ പോവാ. പിന്നെ മീൻ പിടിക്കേണ്ടവർക്ക് മീൻ പിടിക്കാം. ആ കള്ള് ഷോപ്പിൽ പോകേണ്ടവർക്ക് ഇത് കള്ള് ഷോപ്പ് കൊണ്ടുപോയി നിർത്തിയിടും. എല്ലാം ഉണ്ട്. ആ ഫുഡിന്റെ ടൈമിലായിരിക്കും ഇത് നിർത്തിയിടുക. എന്നിട്ട് അതിനുശേഷം ഇതിങ്ങനെ ഉണ്ടാവും. നൈറ്റ് ആണിത്. ഏത് ഫ്രഷ് ആയിട്ട് ഇലയൊക്കെ വിട്ടാണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടാണ് എല്ലാ പരിപാടിയും. ഇന്ന് പിന്നെ നല്ല തീറ്റയൊക്കെ ആയിരിക്കും. ഫിഷൊക്കെ വെച്ചിട്ട് എന്നാലും ഞാൻ കഴിക്കും. ഇന്ന് ഞാൻ ഫിഷ് കഴിക്കും. ഇവിടെ വരെ വന്നിട്ട് ഫിഷ് കഴിച്ചില്ലേ മോശം. അങ്ങനത്തെ മീനൊക്കെ കഴിക്കും, ഫ്രൈ ആണെങ്കിൽ. സോ നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് ഫുഡൊക്കെ വരുമ്പോൾ കാണാട്ടോ. സോ ഗൈസ്, ഭക്ഷണം കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇതാ ഇന്ന് സദ്യയാണ്. നോക്കേ 1 2 3 4 5 6 7 8 നമ്മൾ 8 പേരുണ്ട് അല്ലേ. സത്യം പറയാം 9 ഉണ്ടോ? ഇല്ല, 8 പേരേ ഉള്ളൂ. ലൂയി അടക്കാണ് നമ്മൾ 8 പേര് ആണ്. അപ്പം ഒരു ആലപ്പുഴ സദ്യ. ആ ചേട്ടനാണ് ഷെഫ്. ഇവിടെ എടുത്ത് പറയുന്നത്. നിന്റെ വീട് എവിടെയാ? ആലപ്പുഴ എവിടെ? വല്യമരം. ചേട്ടൻ വല്യമരം എന്ന് പറഞ്ഞ സ്ഥലം അറിയോ? ഇതാണ് നിങ്ങളൊന്നും ആലപ്പുഴ അല്ല. അപ്പൊ നല്ല ഹോസ്പിറ്റാലിറ്റി ആണ്. ഇവിടെ ആലപ്പുഴക്കാരിയാണ്. ഏത് ഭാഗാ? ഇത് കുട്ടനാടാ. ഒരു വഴി സ്വന്തം സ്ഥലം എവിടെയാന്ന് പോലും അറിയില്ല. കുട്ടനാട് എത്തി. അല്ല ഒന്നും പറയണ്ട, കുട്ടി റഷ്യയിൽ പഠിക്കായിരുന്നല്ലോ. പോട്ടെ. ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം വീട്, 2 3 അത്രോ. ആ ബീച്ച് സൈഡിലാണ്. എന്നിട്ടാണ് ആലപ്പുഴ ഒന്നും അറിയില്ല. ഒരു കാര്യം പറയട്ടെ, ഈ ചേട്ടനാണ് ഞാൻ അതിലെ പോകുമ്പോഴും വരുമ്പോഴും കണ്ടു കുക്കിംഗ് ഒക്കെ ചെയ്തത്. അത് ഇവരെയും കൂടി ഉൾപ്പെടുത്തണമല്ലോ. നല്ല ഹോസ്പിറ്റാലിറ്റി ആണ്. ഇതാണ് നമ്മളെ ക്യാപ്റ്റൻ ഓഫ് ദ അതന്നെ എന്തെങ്കിലുമൊക്കെ അടിച്ചു വിട് പോ. അതൊരു സ്കിൽ. അതിനാണ് ക്യാപ്റ്റൻ അറിയാം. ഈ ഒരു പ്രത്യേകം സ്കില്ലും കാര്യങ്ങളും. ഒന്നും വേണ്ട, ചെന്നോക്ക്.
പഠിക്കണോ? ലൈസൻസ് എടുക്കണം അല്ലേ? ഓ ഗായ്സ്, ലൈസൻസ് എടുക്കണേ. ലൈസൻസ് എടുക്കണോ? സത്യം പറയ്. ഇത് ബീഫാ, ചെമ്മീൻ. ഗായ്സ് അപ്പൊ നമ്മളുടെ ബീഫുണ്ട്, ചെമ്മീനുണ്ട്, സാലഡ്, ഇത് കരിമീൻ. നോക്ക്, ബീഫ് അതൊക്കെ പറഞ്ഞില്ലേ? ആ ചിക്കനും ഉണ്ട്. അല്ല ക്യാപ്റ്റന് വിളമ്പന്റെ ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുക്കും. ചെറുതായിട്ട് വിളമ്പി വെച്ചായി. ക്യാപ്റ്റൻ ഭയങ്കര ആത്മാർത്ഥത കേട്ടോ. വണ്ടി ഓടിച്ചു കഴിഞ്ഞ് പാർക്ക് ചെയ്ത് ഇപ്പൊ ചോറ് വിളമ്പുന്നു. ക്യാപ്റ്റൻ വിചാരിക്കും ക്യാപ്റ്റൻ എന്നല്ലല്ലോ പറയാ, എന്താ പറയാ? കപ്പിത്തൻ. സ്രാങ്ക്. അല്ല ക്യാപ്റ്റൻ ഇംഗ്ലീഷില് ക്യാപ്റ്റൻ. അതന്നെ. ആ വെച്ചാൽ അവസാനം വെച്ചാൽ ഇഷ്ടം എപ്പോൾ വെച്ചാലും അപ്പോൾ കുഴപ്പമില്ല, എപ്പോൾ വേണം വെച്ചോളൂ, നിങ്ങളിഷ്ടം. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി. നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് പറയണ്ടേ? ആരാ ടേസ്റ്റർ ഒഫീഷ്യൽ? നിങ്ങൾ ഷോർട്സിന് എടുത്ത് വെച്ച് ഒന്ന് ക്ലിപ്പ് എടുത്തേക്കും. ഇരിക്കോ ഫുഡ് കഴിക്കാനിരിക്കും. അവിടെ ഇരുന്നോ, ഭാവി അവിടെ ഇരുന്നു. ഷോർട്സിന് എടുത്തോ, ഇനി തിന്നുന്നു. കയ്യേക്കട്ടെ. ഷിങ്കു, നീ പറഞ്ഞു കൊടുക്ക്. ഞാൻ ഫ്രണ്ടിൽ ഏത്? ലൂയിന് നമ്മള് ഷോർട്സിന് എടുത്തോ. 9 നമ്മള്. ലൂയി ചെറുതാണല്ലേ? ഏത്? ഞാൻ എവിടെ? അമ്മ അവിടെ ഇരുന്നു ലാസ്റ്റ്. ഞാൻ അയച്ചു. പായസം ഉണ്ടല്ലോ, അത് പറഞ്ഞു. ആയിഷ അവിടെ ഇരുന്നു. ഭാവി ഇവിടെ ഇരുന്നോട്ടെ, ആയിഷ അവിടെ ഇരിക്കട്ടെ. ആ ചെമ്മീന്റെ പാത്രം ഇവിടെ വെച്ചു. ചെമ്മീന്റെ പാത്രം കൈക്ക്. ടേസ്റ്റ് പറയാ. അല്ല സാമ്പാർ ഉണ്ടെന്നല്ല പറഞ്ഞേ? ഞങ്ങൾ വെച്ചോളാം, ഇവിടെ വെച്ചാൽ മതി സാമ്പാർ. എല്ലാരും കഴിക്കാണ്. ആദ്യം ഞാൻ ചിക്കനിൽ തുടങ്ങട്ടെ. മീൻ്റെ ടേസ്റ്റ് ഷിങ്കു പറയട്ടെ. ഞാനുള്ള അതിൻ്റെ ഒരു എക്സ്പെർട്ട്. പിന്നോ ഓ എന്താ ഇത് ആൾക്കാര് വെള്ളം നോക്കിക്കോ. നോക്ക് നോക്ക് നോക്ക്, ഇതിങ്ങനെ ചിക്കൻ്റെ നല്ല ടേസ്റ്റ്, ശരിക്കും ടേസ്റ്റ് ഉണ്ട്. കരിമീൻ ചിക്കൻ്റെ ചുവ. ഇതിങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്തിട്ട് നല്ല ലേഡീസ് നോക്കിക്കോ. വെച്ചിട്ടേ ചെമ്മീന് നോക്കട്ടെ. ഇത് ചെമ്മീൻ സോറി കൊട്ടിക്കോ 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 എന്നൊക്കെ പറയുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ബീഫ്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കിടിലൻ. എല്ലാ ഫുഡും കിടിലൻ കേട്ടോ. ഷെഫ് പൊളി. ഞാൻ ആലപ്പുഴക്ക് വീട് മാറാം. വേറെ ടേസ്റ്റ് അല്ലേ വയനാട്ടിൽ? ഒന്നും അറിയൂല. ഇനി സാമ്പാറിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇതെന്താ? നീ ഇരുന്നോ.
എന്താ ക്ലാസ് വരുന്നുണ്ട്. ഐഷ ഇനി സോറി ഗൈസ്, ഐഷക്ക് ഭക്ഷണം കഴിക്കട്ടെ. കമോൺ. സോ ഗൈസ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ നോക്കൂ, ഇവിടെ ഒരാൾ നോക്ക് ഒരേ അടിയാ. വാപ്പയും മോളും കണക്കാ, ഒരേ അടി. വേസ്റ്റ് ആക്കാൻ തോന്നുന്നില്ല. ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ ഒരാൾ തട്ടിയത് കണ്ടില്ല. പറഞ്ഞ കാര്യമില്ല. ഓള് റഷ്യയിൽ ആരോളം നിന്ന് വന്നിട്ട് ഒന്ന് ആസ്വദിക്കുക. ഞങ്ങൾക്ക് റഷ്യയിലൊന്നും ഇത് കിട്ടിയില്ല. ഒന്നും കിട്ടൂല. ഞാനൊക്കെ എല്ലാം എൻജോയ് ഇപ്പൊ ഉറക്കം വരുന്നുണ്ട് അല്ലേ? ഞാൻ കൂട്ടാത്ത ചിക്കൻ കറി മാത്രമേ ബാക്കി എല്ലാം കൂട്ടി. ചിക്കൻ നമ്മൾ ഡെയിലി കഴിക്കുന്നുണ്ട്. ചിക്കൻ കറിയില്ലേ കുറച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ ഒരു ഐസ്ക്രീം കഴിക്കാൻ തീരുമാനിച്ചു. ഏതാ വേണ്ടേ? കോണാണ് വേണ്ടേ അല്ലേ ചോക്കോബാറോ? ചിങ്കുനോ? രണ്ടെണ്ണം ഏതാ രണ്ടീന്ന് രണ്ട് ചോക്കോബാർ, മാംഗോ ബാർ, ചോക്കോബാർ. ഒരു ചോക്കോബാർ ഒരു മാംഗോ. നോക്കട്ടെ, ചേട്ടന് പെട്ടി കാണിച്ചാ നോക്കട്ടെ. ഞാൻ ഓ സാധനം തീരാറായല്ലേ? നല്ല കച്ചവടമായിരുന്നു ഇന്ന്. എവിടെ കാണിച്ചു? കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ ഇന്ന്? ഇന്ന് ഇവിടെ ആലപ്പുഴക്കാരിയാ. സൂപ്പറായിരുന്നോ? നമ്മുടെ ആലപ്പുഴയെ പറ്റി 2 വാക്ക് പറയൂ ചേട്ടാ. എവിടെ പറഞ്ഞെടുത്ത്? നിങ്ങൾക്ക് ഏതാ വേണ്ട? കോണ് വേണോ? രണ്ടും കൂടെ കൊളാബിക്കേഷൻ ആവുന്നു. ഇതെന്താണ്? ഒരു വ്ളോഗർ, രണ്ടാം വ്ളോഗർ. ഉമ്മാക്ക് പാപ്പാക്ക് വേണ്ട? എനിക്ക് ഒരു ബട്ടർ സ്കോച്ച് ചേട്ടാ. താങ്ക് യു. എത്രയായി? മതി. ചോറ് കഴിച്ചോ? ചോറ് കഴിച്ചിട്ടാ നമ്മളെ ഇറങ്ങുന്നത്. ഓക്കെ. 310 എങ്ങനെയുണ്ട്? ഓക്കെ, ബൈ. സോ ഗൈസ് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ കായലിന്റെ ബ്യൂട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയുടെ എന്ത് രസാ നോക്കി. ക്യാമറ കണ്ട് വെറുതെ വെച്ചാൽ മതി. കുട്ടനാട് ആലപ്പുഴ വൈബ്, വൈബല്ല വൈബ്. ഓ ഒരു രക്ഷയില്ല കേട്ടോ. ജീവിതത്തിൽ ഒരു വട്ടങ്ങളിൽ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ എന്തായാലും ചെയ്യണം ഹൗസ് ബോട്ട് എന്നുള്ളത്. So guys, ഞാൻ സ്പീഡ് ബോട്ട് കയറാൻ വേണ്ടി പോവാ. ഇരുന്നിറങ്ങി സ്പീഡില്ലെങ്കിൽ രസമല്ല കേട്ടോ. നിങ്ങളെ കുഴപ്പമില്ല, പേടിക്കാനുള്ള ഇതില്ല. എവിടെ ഇരിക്കണ്ടേ? പോകാനാണ് നല്ല ഇത്. പിന്നെ കുറച്ച് വെയിറ്റ് വേണം. പിന്നെ എന്ത് പറഞ്ഞാലും ഉണ്ട്. എന്തായാലും ഐഷാട് സ്പീഡ് ബോട്ടില്. ഐഷ ആദ്യമായിട്ടാണോ? ഇവിടെ ഇവിടെ ക്യാമറയില് ആദ്യമായിട്ട്. ശിങ്കോ ആദ്യമായിട്ടാണോ? അളിയനെ കൂടി വിളി. അളിയാ ഇറങ്ങി ഇറങ്ങി, അളിയനോട് ഇറങ്ങാൻ പറയും. ഇറങ്ങി. സോ ഗൈസ് നമ്മൾ എല്ലാവരും കൂടി സ്പീഡ് ബോട്ടിൽ കയറിയാണ്. നമ്മളെ ബോട്ടിൽ നിന്ന് തന്നെ നമ്മളെ ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് സ്പീഡ് ബോട്ടിൽ കയറ്റും. പെർ ഹെഡ് 100 പറയണത്. കഴിഞ്ഞ വട്ടം ഞാൻ കയറിയത് 150 രൂപക്കാണ്. കുറയ്ക്കണേം കൂട്ടനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. സംസാരിച്ച് ഇതാക്കാം. കമോൺ കമോൺ. അതിന് മാത്രമൊന്നുമില്ല. ആ കൊള്ളാലേ. എല്ലാത്തിനും തള്ളിട്ടല്ലേ.
ഐസി നല്ല കരച്ചിലാണ്. ഐസി ഐസി ഇത്ര പേടിച്ചു വിടണ കൊള്ളാം ഗൈസ്, കൊള്ളാം, സംഗതി കൊള്ളാം. ത്രില്ലിംഗ് ആണ്. ഐസി ഐസി ആ വേക്കിലിരിക്കുമ്പോഴേ ഉള്ളൂ. എന്നാ ചേട്ടാ വിട്ടോ, ഇവിടെ കുഴപ്പമില്ല, അതാ കയറിയിരിക്കാം. ഓരൊക്കെ പോണോക്കെ കണ്ടില്ലേ? ഐസിക്ക് ചെറിയ പേടിണ്ട്. ഐസി മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഈവനിങ് ആയി. ഈവനിങ് കോഫി ആൻഡ് ചായ് രണ്ടും ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞങ്ങള് എല്ലാരും കോഫി അല്ലേ? ഞാൻ ഐസി ആയിഷ കോഫി, ഞാൻ ഐസി ആയിഷ ഷിങ്കു. ആ ഷിങ്കു കോഫി പറഞ്ഞേ. പിന്നെ ചൂട് പഴംപൊരി. ഇത് ഇവിടെ പൊരിച്ചാട്ടോ അടുക്കളയിൽ ഞാൻ കണ്ടതാ പൊരിക്കുന്നത്. ആണോ? എനിക്കിപ്പോ വേണ്ട, ചൂടെടുക്കുന്നു. നോക്ക് വ്യൂ, നോക്ക് സെറ്റ് വ്യൂ. ശരിക്കും 2 ബാൽക്കണി ഉണ്ട്, ഇവിടെ ഉണ്ട് അവിടെ. മഴ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇത് ശരിക്കും ഈ ഹൗസ് ബോട്ട് കുട്ടികൾക്കൊക്കെ സെറ്റ് ആട്ടോ. എല്ലാം ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടേക്ക അല്ലെ? ലൂയി ഒന്നും എത്തിയിട്ട് ഇതാക്കുന്നില്ല. ഏറ്റവും നല്ല രസം എന്താ അറിയാം, ബാക്കി എല്ലാവരും ഹൗസ് ബോട്ട് ഇത്ര സെറ്റപ്പ് ഇല്ല. പോകുന്നവരൊക്കെ നമ്മളിങ്ങനെ നോക്കുക. അല്ല, നമ്മളത് ഉള്ളിലും AC ഉണ്ട്. പിന്നെ ഒരു ചില ആൾക്കാരൊക്കെ ആ പോകുന്ന ബോട്ടിന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. എനിക്ക് വന്ന് ചിങ്കുനെ കണ്ടിട്ടാണ് തന്നെ. ചിങ്കുന്റെ ഫാൻസ് ഈ കളിയാക്കുന്ന 2 കൂടി. ഇത് ഒരു പക്ഷെ ഈ ഞാൻ പറയട്ടെ, ഇതാണ് ഏറ്റവും ഈ ഏരിയയിലെ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഇത്രയും നേരം ഹൗസ് ബോട്ട് കുറെ കണ്ടിരുന്നു. ഇവിടെ ഫുള്ള് ഹൗസ് ബോട്ട് ഇങ്ങനെ ഈ കുറെ ഉണ്ട്. ഏറ്റവും കണ്ടത് ഏറ്റവും ടോപ്പ് ഹൗസ് ബോട്ട് ഇത് തന്നെയുള്ളൂ. രസമുണ്ട് കേട്ടോ ഇത്. ഈ ഹൗസ് ബോട്ട് കൊള്ളാട്ടോ. ഹൗസ് ബോട്ട് ആയിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ആ, നമ്മള് സ്പീഡ് ബോട്ടിന്റെ ആക്ടിവിറ്റി ചെയ്തില്ലേ? അതേത് പിന്നെ ഐസി ആണ് ബ്രേവ് ബോയ്. ഐസി ഇത്ര ചെറുപ്പത്തില് സ്പീഡ് ബോട്ട് നോക്ക്. എന്തോരം വീടുകളാണ്. 6 വീട്ടിക്കൊന്നും വഴിയൊന്നും ഇല്ല. ഇവരെങ്ങനെ വരുന്നത് പോകുന്നതൊക്കെ? ഇവർക്ക് ഓരോ നമ്മളുടെ നാട്ടിലെന്ന് വെച്ചാല് ഓരോ വീട്ടിലും കാർ അയക്കും. ഇവിടെ കണ്ടോ വഞ്ചി, ഓരോ വീട്ടിലും വഞ്ചിയാ. അത് പണക്കാരുടെ വീട്ടില് ബോട്ടായിരിക്കും, ചെറിയ ആൾക്കാരുടെ വീട്ടില് വഞ്ചി. ബുദ്ധി ഡോക്ടർ ശരിയാണ് കേട്ടോ. അത് പഠിത്തത്തിന് ശേഷം റിലാക്സേഷൻ ഉണ്ട് ആക്ച്വലി. നോക്കൂ, അവിടെയൊക്കെ വീടുകളുണ്ടോ? ഇവിടൊക്കെ ശരിക്കും ബസ് സ്റ്റോപ്പിന് പകരം ബോട്ട് സ്റ്റോപ്പ്. അതൊക്കെ ഒരു ബോട്ട് സ്റ്റോപ്പാണ് ഇവിടെ. ബോട്ട് വരും ഇവിടെ. മതി മതി. നമ്മൾ ലാസ്റ്റ് ചായ കുടിക്കുന്നിടത്തു നിന്നാണ് എൻ്റെ ചെയ്ത്. ഇപ്പം രാത്രിയായി. രാത്രി ഇവിടെ ഞങ്ങൾ ജഗപ്പൊക്കെയായിരുന്നു. ഡാൻസ്, പാട്ട്, ഷിങ്കുവിൻ്റെ ഡാൻസ്, പാട്ട്. സാറല്ലേ വാ പോര്. നിങ്ങൾക്ക് ഈ നൈറ്റ് കൂടിയും ഈ റൂംസൊക്കെ ഒന്ന് കാണിച്ചാൽ. നമ്മളെ റൂം നോക്കി നൈറ്റ്. ഓ, വലിച്ചു വാരിയിട്ടിരിക്കുന്നു കേട്ടോ. പോയില്ലേ? ഇത്രയും നേരം കാണിച്ചതെല്ലാം പോയില്ലേ? സോ ഗൈസ് കമോൺ, നൈറ്റ് നോക്ക്. ഡിന്നർ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വീഡിയോയിൽ?
ആണോ? ഇവിടെ വേറെ 2 യൂട്യൂബേഴ്സ് പച്ച പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. ന്യൂ ബ്ലോഗേഴ്സ്. ഷിങ്കുവിന്റെ ഡാൻസ് ഉണ്ടായിരുന്നു, ഷിങ്കുവിന്റെ പാട്ട്. ഇത് കോപ്പിറൈറ്റ് കിട്ടുന്നോണ്ടാണ്. ഷിങ്കു വലിയൊരു പാട്ടുകാരിയാണ്. അത് എനിക്കറിയായിരുന്നു അല്ലേ? എനിക്കറിയാം. എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞേ ഷിങ്കു നല്ലോണം പാട്ട് പാടുന്നുണ്ട്. യെസ്. ഈ ഏരിയ എങ്ങനെയുണ്ട്? ഫുൾ AC ഇട്ടുകൊണ്ട് നമ്മൾ ഡാൻസ് കളിച്ചുകൊണ്ട് നിങ്ങൾ വേർത്തിട്ടില്ല. നോ സീൻ. വാ അത് കുഴപ്പമില്ല. ചപ്പാത്തി ഉണ്ട്. ഞങ്ങൾ ഫുഡ് കുറച്ച് മതി പറഞ്ഞ. ഇപ്പൊ അത് അല്ല, ഇപ്പൊ പണി വാളിയും തോന്നുന്നു. വിശക്കുണ്ട്. ഇത് വെജിറ്റബിൾ കറി. എന്താ? കമോൺ. വെണ്ടയ്ക്കയുണ്ട്, പൊട്ടറ്റോ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇനി കഴിച്ചാൽ മാത്രം മതി. ഇനി ബാക്കി കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് കാണിക്കാം. സോ ഗൈസ്, എല്ലാവരും ഇതാ ഭക്ഷണം കഴിക്കാൻ ഇരുന്നുണ്ട്. ചപ്പാത്തി, ചിക്കൻ പൊരിച്ചത് എല്ലാമായിട്ട്. വന്നിരുന്നാലേ ചിക്കൻ കിട്ടുള്ളൂ എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നമ്മളതിൽ നിന്ന് വിൽക്കൂല. ഇനി ചിക്കൻ കറി വരാനുണ്ട്, അത് കൂടി വന്നു കഴിഞ്ഞാൽ ശരി. നൈറ്റ് ഭയങ്കര വ്യൂ കേട്ടോ ഇവിടെ, ആംബിയൻസ്. നൈറ്റാണ് ഭംഗി. AC ഇട്ടിട്ട് ഞങ്ങൾ കോട പോലെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചിവിടെ. സെറ്റ്. സോ ഗൈസ്, ഇവരെ ആരും മൈൻഡ് ആക്കണ പോലും ഇല്ല. ടേസ്റ്റ് പറയാൻ 2 ചപ്പാത്തി എടുക്കട്ടെ. കുറച്ച് ഉള്ളി. വെണ്ടയ്ക്കൊന്നും എനിക്ക് വേണ്ട. നമ്മളെ സാധനം ഇവിടെ ഉണ്ട്. ദാല്. ദാല് ഏത് ടേസ്റ്റാ? ആലപ്പുഴ ടേസ്റ്റാ? പഞ്ചാബി. ചിക്കൻ ഓൾവേസ് ചിക്കൻ. അപ്പോൾ ഗൈസ്, ഞാനെടുത്ത് ചപ്പാത്തി, ദാൽ കറി, ചിക്കൻ ഫ്രൈ. ചിങ്കു എങ്ങനെയുണ്ട്? ഐഷമ്മ ചിക്കൻ വ്ളോഗർ. വ്ളോഗർ ഓൾവേസ് ഈറ്റിംഗ് ഫുഡ്. ചപ്പാത്തി, ചിക്കൻ. ചിക്കൻ കറി നമ്മൾ വെക്കണോ? ദിവസം മൊത്തം അടിച്ച് തകർത്ത് തീരുമാനമാക്കിയിരിക്കുകയാണ്. ക്ഷീണായി, തുള്ളിക്കളിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മൾ കിടക്കാനുള്ള ടൈമായി. ഇപ്പോൾ കിടക്കാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആലപ്പുഴയിലേക്ക് വന്നിട്ട് ഇത്ര ലക്ഷറിയോട് കൂടി സ്റ്റേ ചെയ്യണമെങ്കിൽ ഈ ടീമിൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്തോളി. നല്ല സർവീസാണ്, ഏറ്റവും ബെസ്റ്റ്. നല്ല ഫുഡാണ്. ലക്ഷ്യം നല്ല ഫുഡാണ്, നല്ല സ്നേഹമാണ്, ഹോസ്പിറ്റാലിറ്റി സൂപ്പർ. അപ്പോൾ എല്ലാ സ്ഥലത്ത് എത്തിയാലും ഓരോന്ന് അതിൻ്റെ ആണെന്ന് ഡ്രൈവർ വരെ എല്ലാം പറഞ്ഞുതരും. അപ്പം നാളത്തെ വീഡിയോയില് പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ആയിഷന്റെ വീട്ടിൽ ഞങ്ങൾ പോകുന്നുണ്ട് അല്ലേ? അതൊക്കെ കാണാം കേട്ടോ. സോ